Boing Boing, co-powered by Damro Furniture. Boing, boing. ഹലോ നമസ്കാരം, ഗുഡ് ഈവനിങ്, വെൽക്കം, സ്വാഗതം, വണക്കം. പതിവുപോലെ സമയം 9 മണി, ഞങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മത്സരിക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട്, മത്സരം കാണാൻ അതിന്റെ വീറും വാശിയോടെ, നമുക്ക് ആർപ്പ് വിളിയോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് Boing Boing, co-powered by Damro Furniture. Boing, boing. ഇന്നത്തെ മത്സരത്തിലെ കാതലായ പല മാറ്റങ്ങളും ഞാൻ ആലോചിച്ചിട്ട് മനസ്സിലുറപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നിന്റെ കാതൽ മൊത്തം പോയി അല്ല, കിടക്കില്ല. ഇന്ന് കാതല് കടഞ്ഞെടുക്കുന്ന ദിവസമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവരുന്ന ടീമിലോ അല്ലെങ്കിൽ അവരുടെ ഒരു രാശിയിലോ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഇന്നലെ രാത്രി പേപ്പറും പേന എടുത്തിട്ട് കണക്കൂട്ടി. C5 ആപ്പിൽ കയറിയിട്ട് കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ എടുത്തിട്ട് ഇതിൽ ജയിച്ച ടീം ഏത് തോറ്റ ടീം ഏത് എന്നുള്ള കണക്കൂട്ടി. നീ ഫുൾ ഞാൻ ഭയങ്കര പ്രിപ്പറേഷനായി. പക്ഷെ നിന്റെ തലവരെ കൂടെ നേരെ കാര്യമായ പ്രിപ്പറേഷൻ നടത്തി നോക്കുമ്പോൾ ഏതാണ്ട് 20 എപ്പിസോഡ് വന്നതില് ഒരു 14 എണ്ണത്തോളം നീ ജയിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കി 6 കഴിവുകൊണ്ട് ജയിച്ചു. ചിലപ്പോ ലെക്കായിരിക്കാം, പറയാൻ പറ്റില്ല. ആദ്യത്തെ റൗണ്ടുകളിൽ ഞാൻ നന്നായിട്ട് പോയിട്ട് അവസാനത്തിലാണ് തോറ്റിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആലോചിച്ചിട്ട് ഇതിന് വേറൊരു കാരണം കാണുന്നില്ല, റീസൺ ഒന്നും കാണുന്നില്ല. സോ ഞാൻ കാര്യമായിട്ട് ആലോചിച്ചു. ഏതാണ്ട് 1:45 എനിക്കൊരു പോയിന്റ് മനസ്സിലേക്ക് എത്തി. പൊതുവെ എന്റെ ടീം ബി ആണ്. ബിയുടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കളറാണ്, ഈ ഒരു കളറാണ് ബി ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഞാൻ ബിനോട്ട് വിടുന്നില്ല, പക്ഷെ എനോട്ട് പിടിക്കാൻ വേണമെന്നുള്ളതുകൊണ്ട് ഇന്ന് ഞാൻ എ ടീമിനെ സ്വന്തമാക്കുന്നു. അതുപോലെ തന്നെ ബി ടീമിന്റെ കളർ ഡ്രസ് വിടുന്നു. ഒന്നിനും കുറയാൻ പാടില്ല, ഒന്നുകിൽ കളറിൽ പിടിക്കും അല്ലെങ്കിൽ ടീമിൽ പിടിക്കും. അപ്പൊ നീ പറയുന്നത് ഇന്ന് എ ടീം നീ ആയതുകൊണ്ട് വിജയിക്കും എന്നാണ് ഒരു ധാരണ. ഇന്ന് മിക്കവാറും വിജയിച്ചിട്ടേ ഉള്ളൂ. ആ വിജയങ്ങളുടെയും ധാരണ, സൂരജിന്റെ ധാരണയും പേടിയെല്ലാം നമുക്ക് മാറ്റിമറിച്ചുകൊണ്ട് ടീം ബിയും അതിഗംഭീരമായിട്ട് സ്മാർട്ട് ഗേൾസ് ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ പരിചയപ്പെടുമ്പോൾ സൂരജ് നീ മനസ്സിലാക്കും ടീം ബിയും ഇന്നും പുറകിലല്ലാന്ന്. അപ്പോ എന്റെ ടീം എയുടെ ഇന്നത്തെ മാരകമായിട്ടുള്ള ആ ഒരു താരങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഇരിക്കുന്ന ആ ഒരു സുന്ദരി, സിനിമ സീരിയലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അനുശ്രീ. വെൽക്കം. അനുശ്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാലതാരമായിട്ട് വന്നു, ഇപ്പൊ അത്യാവശ്യം സീരിയലിലെല്ലാം ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. അനു, എന്താ പറ്റിയ? എന്റെ ടീമാണെന്ന് വിചാരിച്ചിട്ടാണോ ആ ടീമിൽ പോയത്? ആക്ച്വലി ഞാനിവിടെ വന്നപ്പോ ദീപൻ ചേട്ടന്റെ ടീമാന്ന് വിചാരിച്ചിട്ടാ വന്നത്. അപ്പൊ എന്താ ഇവിടെ വന്നപ്പോ എല്ലാം നേരെ തിരിഞ്ഞു. ടീം മാറിയപ്പോ ആകെ ഒരു കാര്യം ചെയ്താൽ മതി, അനിയത്തിയെ അളിയൻ കെട്ടിന്ന് കരുതിയാ മതി. ഇപ്പൊ എന്റെ ടീമിലാണ് ദീപ. അപ്പൊ ഒന്നാമത്തെ ആളെ പരിചയപ്പെട്ടു. രണ്ടാമത് തൊട്ടപ്പുറത്ത് തലയിൽ തോർത്ത അറിയിട്ട പോലെ ഇരിക്കുന്ന ആ കുട്ടിയുടെ പേരാണ് ലക്ഷ്മി. ലക്ഷ്മി പറയോ. ലക്ഷ്മി, ഈ ഹെയർ സ്റ്റൈലിന്റെ കാര്യം എന്താ? ഇത് ചെറിയൊരു ആഗ്രഹം തോന്നിയിട്ട് ചെയ്തതാ. ലക്ഷ്മി ശരിക്കും എന്താണ് ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞു, മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞിപ്പം കണ്ടന്റ് റൈറ്റിംഗ് ചെയ്യുന്നു, വർക്ക് ചെയ്യാണ്, ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. ഏത് ടൈപ്പ് കണ്ടന്റ് എഴുതുക? അതിപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഫേം ഏതാണ്, ഇപ്പൊ ഹോസ്പിറ്റലിന് വേണ്ടി ചെയ്തിരുന്നു. സപ്പോസ് ബോയിങ് കണ്ടന്റ് പറഞ്ഞാൽ എന്താ പറയുന്നത്? 2 സുന്ദരനായ ചേട്ടന്മാര് നടത്തുന്ന ആങ്കർ ചെയ്യുന്ന ഒരു നല്ലൊരു ഗെയിം ഷോ. തൊട്ടപ്പുറത്തിരിക്കുന്ന 2 പൂക്കുല പോലെ മുടി ഇങ്ങനെ താഴേക്കിട്ട ആ കുട്ടിയുടെ പേരാണ് ദേവിക. ദേവിക ഒരു സ്റ്റുഡന്റ് ആണ്, മോഡലാണ്, ബേസിക്കലി ഒരു ഡാൻസർ ആണ്, BBA ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ ടീം എ ഓൾ ദി ബെസ്റ്റ്. സൂരജ് പറഞ്ഞതുപോലെ രാശിയും നിറത്തിലും ഒന്നും അല്ല വിശ്വാസം. നമുക്ക് ആ ധാരണ ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ടീം ബിയെ തന്നെ പരിചയപ്പെടാം. ടീം ബി ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആര്യ ശ്രീറാം. വെൽക്കം. ആര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹിറ്റ് സീരിയൽ, മലയാള സീരിയൽ എല്ലാത്തിലും അഭിനയിച്ചു, നല്ലൊരു ഡാൻസർ ആണ്. ആര്യ പറയോ, എങ്ങനെയുണ്ട് ഈ മത്സരം ഗെയിമിൽ വരുമ്പോഴുള്ള അനുഭവം? അതെ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഇപ്പോഴും അതാണ് തുടക്കത്തിൽ പറയുന്നത്. കാരണം നമ്മുടെ മത്സരത്തിൽ വരുന്ന ആൾക്കാർ എല്ലാവരും തുടക്കത്തിൽ പേടിയാണ്. മത്സരിച്ച് കഴിഞ്ഞ അവസാനം അവരുടെ അനുഭവം ചോദിക്കാൻ പറയും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചു, മറക്കാൻ പറ്റുന്നത് ഇനി തിരിച്ചു വിളിക്കാന്നാണ് പറയുന്നത്. അടുത്ത് നമുക്ക് പരിചയപ്പെടാം അത്യാവശ്യം ഒരു പ്രമുഖ ചാനൽ, ഒരു പ്രമുഖ സീരിയലിൽ അത്യാവശ്യം ഹിറ്റായി പോയിട്ടുള്ള സീരിയലിൽ ഒരു വലിയൊരു ലീഡ് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, പ്രമുഖയാണ് ഉമ എൻ നായർ. വെൽക്കം ഉമ. ഈ കുട്ടികളോട് മത്സരിക്കുമ്പോൾ എന്താണ് അനുഭവം? സൂരജിന്റെ കോൺഫിഡൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്ലാനിങ്ങിലായിരുന്നു ഈ മെലിഞ്ഞ പെമ്പിള്ളേരെ മാത്രം എനിക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങൾ സൈസ് ഞാൻ പറയട്ടെ, ഇത്രയും നേരം അവൻ പറഞ്ഞതിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ പ്രായം കൂടിയ ആൾക്കാര് പ്രായം കൂടിയ ആളുടെ ടീമിൽ വന്നു, അത്രേ ഉള്ളൂ. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. പ്രായം കൂടി എന്ന് പറഞ്ഞാലും നമ്മുടെ കോൺഫിഡൻസ് പോവില്ല, കുറഞ്ഞു എന്ന് പറഞ്ഞാലും കോൺഫിഡൻസ് പോവില്ല. നമ്മുടെ കഴിവിലാണ്. ഒരുപാട് വർഷമില്ല കളി കളിച്ചിട്ട്. ഞാൻ ഇതൊക്കെ കേൾക്കുന്നതാണ്, ഡെയിലി കേൾക്കുന്നതാണ്. കാണാം, നമുക്ക് കളിക്കളത്തിലിറങ്ങാം. സൂരജിനെ പോലെ ഒരു ഓപ്പോസിറ്റ് ഇങ്ങനെ ഇങ്ങനെ വെറി പൂണ്ട് നിന്നിങ്ങനെ കഷ്ടപ്പെട്ട് തോക്കാൻ നിൽക്കുന്ന ആൾക്കാരെ മാറിയല്ലേ? ഈ വെറിയൊക്കെ നമുക്ക് അവസാനം കാണാം. അവസാനം കാണുമ്പോ ഈ വെറിയൊക്കെ പോയി ഇങ്ങനെ നിൽക്കുന്നു. അടുത്ത് നമുക്ക് പരിചയപ്പെടാം നിഷ.
ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വണക്കം. வணக்கம் வணக்கம். வணக்கம். நான் நினைச்சிட்டே இருந்த தமிழ் பேச வருமான்னு எனக்கு தமிழ் மறந்து போகும். மறந்து இப்படி போகும். பேச அப்ப வேண்டாம். ഇത് മാതിരി പേസിയാ തമിഴ് എല്ലാമേ പോയിടും. இந்த மாதிரி அடிக்கடி பேசிடலானா என்னோட தமிழ போயிட்டு இருக்கும். அதனால நான் நினைச்சிட்டே இருந்தது. എനിവേസ് ടീം എയും ടീം ബിയും പരിചയപ്പെട്ടു. എല്ലാവരും സ്മാർട്ടാണ്, അവരുടെ എനർജി കണ്ടല്ലോ. തീർച്ചയായിട്ടും അതുപോലെ എനർജറ്റിക് ആയിട്ടുള്ള പുതിയ ഗെയിംസ് ആണ് ഇന്നും വരാൻ പോകുന്നത്. സാധാരണ എല്ലാവർക്കും മനസ്സിലായി ഈ ഒരു പാത്ത് വേ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഗെയിം എന്താണെന്ന് അവരുടെ മനസ്സിൽ ഇപ്പോഴേ നമ്മളിപ്പോ ഈ ബാഹുബലി ബോയ്സിനെ വിളിക്കും, അവരിപ്പോ ചവിട്ടി കുലുക്കി തുടങ്ങും. പക്ഷേ ബാഹുബലി ബോയ്സിനെ അല്ല ഇന്ന് പരിചയപ്പെടുക. അതിലും പുതുമയായിട്ട് രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. ആ ഗെയിമിന്റെ പേരാണ് അപ്പോ ഈ ഗെയിം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് അതിന്റെ സെറ്റപ്പ് വരട്ടെ. You are watching Boing Boing co-powered by Damro Furniture. ആദ്യ ഗെയിം കുലുക്കി തത്തത്ത. കുലുക്കി തക്കത്തക്കയുടെ ഈ ഒരു റൗണ്ടില് ആദ്യം തന്നെ നമുക്ക് ഒരുപാട് ബലൂൺസ് കാണാം. അതിൽ പല നിറത്തിലുള്ള ബലൂൺ ഉണ്ട്. ഇതില് പിങ്ക് ബോൾസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് ബോൾസ് ഉണ്ട്. ഇതില് ബലൂൺസ് പൊട്ടിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. പക്ഷെ പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാത് ടീമിന് ഓരോ കളേഴ്സ് ഉണ്ട്. ടീം എക്ക് ഓറഞ്ച് ബലൂൺസ് ആണ്, ടീം ബിക്ക് പിങ്ക്. ഇനി ഇതിനകത്ത് പോകുന്ന സമയത്ത് ടീം എ പോകുന്ന സമയത്ത് ഓറഞ്ച് ബലൂൺസ് പൊട്ടിക്കുക. പിങ്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റ്സ് കിട്ടുന്നത് ടീം ബിക്ക്. ഇനി അതുപോലെ തന്നെ മറ്റേതെങ്കിലും ബലൂൺ ആണ് പൊട്ടിക്കുന്നതെങ്കിൽ, ഓറഞ്ച് അല്ലാതെ മറ്റേതെങ്കിലും ബലൂൺ ആണ് പൊട്ടിക്കുന്നതെങ്കിൽ മൈനസ് പോയിന്റ് കിട്ടും. ഒരു ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ 20 പോയിന്റ് ആണ് കിട്ടുക. ടോട്ടൽ 10 ബലൂൺ ഇവിടെ ഉണ്ട്. ഓക്കെ, ഗോട്ട് ഇറ്റ്. 3 പേരും ഒരുമിച്ചാണ് ഇവിടെ വരേണ്ടത്. ആദ്യം ഒരാൾ പോവുക, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ പോവുക. അഥവാ ബലൂൺ പുറത്തേക്ക് തെറിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ബലൂൺ ഇതിനകത്തേക്ക് വെച്ചിട്ട് വീണ്ടും കയറണം. സമയമുണ്ട്, ഒരാൾക്ക് 2 മിനിറ്റ് ആണ് സമയം. ആദ്യം മത്സരിക്കാനായിട്ട് ടീം എ നമുക്ക് സ്വാഗതം ചെയ്യാം. ടീം എ പ്ലീസ് കം. ഏറ്റവും എനർജറ്റിക് ആയിട്ട് പറയട്ടെ. അപ്പൊ നമ്മള് കാണാതിരുന്ന ഒരാളുണ്ട്. നേരത്തെ നമ്മൾ ഒരാളല്ല, കുറച്ച് പേരുണ്ട്. ബാഹുബലി ബോയ്സ് ഇന്ന് ഇല്ല എന്ന് പറഞ്ഞെങ്കിലും പക്ഷേ ഇത് കണ്ടപ്പോഴേക്ക് അവർ ഓടി ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ബാഹുബലി ബോയ്സ് നിങ്ങളുടെ എനർജി ചെറുതായിട്ടൊന്ന് കാണിച്ചേ. ടീമെ മത്സരം എല്ലാം മനസ്സിലായല്ലോ. അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് കുലുക്കി തക്കത്ത ഒന്ന് പറയാം. 1 2 3 കുലുക്കി തക്കത്ത. ഇനി നിങ്ങൾ പോയി കുലിക്കേണ്ടത് ഇവിടെയാണ്. നിങ്ങളുടെ ബലൂൺസ് എന്ന് പറയുന്നത് ഓറഞ്ച് ആണ്, ഓപ്പോസിറ്റ് ടീമിന്റെ ആണ് പിങ്ക്. ഓപ്പോസിറ്റ് ടീമിന്റെ ആണെങ്കിൽ പൊട്ടിച്ചു കൊടുക്കാം. ഇല്ല, ചെയ്യില്ല. പക്ഷെ നിങ്ങൾ ചെയ്യോ ഇല്ലേ നമുക്ക് ഈ മത്സരം കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ എങ്ങനെ പൊട്ടിക്കണം? കൈ കൊണ്ടല്ല, ഇരുന്നിട്ട് പൊട്ടിക്കണം. ആ ബലൂണിന്റെ മുകളിൽ ഇരുന്ന് പൊട്ടിക്കണം. ഇരുന്ന് പൊട്ടിക്കണം. ഇരുന്നോ കിടന്നോ എങ്ങനെ വേണമെങ്കിലും പൊട്ടിക്കാം. പക്ഷെ കൈ ഉപയോഗിക്കാൻ പാടില്ല. കൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാഹുബലി ബോയ്സിനെ തൊട്ട് നല്ല പണിഷ്മെന്റ് വരും. കൈ ഉപയോഗിക്കേണ്ടത് പുറത്ത് ബോൾ പോയി കഴിഞ്ഞാൽ പോയിട്ട് എടുത്ത് വെക്കാം, അത് മാത്രം. കൈക്ക് റോളില്ല. റെഡി? അപ്പൊ കുലുക്കി തക്ക തുടങ്ങാൻ വേണ്ടി പോവാണ്. ആദ്യം എന്റെ ടീമിൽ നിന്ന് അനുശ്രീയാണ് പോകാൻ പോകുന്നത്. ഇനി അനുശ്രീ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബലൂൺ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി 2 പേരും ഓടുക, എടുത്തിട്ട് ഉള്ളിലേക്ക് ഇടുക. അനുശ്രീ പൊട്ടിക്കേണ്ട ബലൂൺ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് ബലൂൺസ് ആണ്, ഓപ്പോസിറ്റ് ടീമിന്റെ ആണ് പിങ്ക് ബലൂൺസ്. ഈ പൂ പൊട്ടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോയിന്റ്സ് കിട്ടും. മറ്റുള്ള ബലൂൺസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ മൈനസ് പോയിന്റ് കിട്ടും. ഫ്രണ്ടിലോട്ടോ മുട്ടുകൊണ്ടോ ഒന്നും പൊട്ടിക്കരുത്, ഇരുന്നിട്ട് തന്നെ പൊട്ടിക്കണം. ഓൾ ദി ബെസ്റ്റ് അനുശ്രീ. അപ്പോൾ അനുശ്രീ, your time starts now. 3 2 1 go.
അനുശ്രീ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. 3 ബലൂണുകൾ പൊട്ടിച്ചു. ടോട്ടൽ 60 മാർക്ക് നമുക്ക് കിട്ടി. മൈനസ് മാർക്ക് ഒന്നും ഉണ്ടാക്കിയില്ല. അവർക്ക് പോയിന്റും കൊടുത്തിട്ടില്ല. ടീം എയിൽ നിന്ന് മത്സരിക്കാൻ പോകുന്നത് ദേവികയാണ്. ദേവിക, ഓൾ ദ ബെസ്റ്റ്. ദേവിക തകർക്കണം. യുവർ ടൈം സ്റ്റാർട്ട് നൗ. 3 2 1 ഗോ. ബാക്കിലേക്ക് മാത്രം. സമയമില്ല, സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പെട്ടെന്ന്. Good job, good job, super, super. Last 10 seconds only. 9 8 7 6 5 4 3 2 1 0. ടൈം ഔട്ട്, ടൈം ഔട്ട്. ദേവിക 5 ബലൂൺസ് പൊട്ടിച്ചിരിക്കുകയാണ്. പക്ഷെ job. അതിനകത്ത് ഒരെണ്ണം മൈനസ് ആണ്. കാരണം ഇരുന്ന് മാത്രമേ ബലൂൺസ് പൊട്ടിക്കാൻ പാടുള്ളൂ. ഒരെണ്ണം തൈസ് വെച്ച് പൊട്ടിച്ചു. അബദ്ധം കൂടി കാണിച്ചു. ഒരു അബദ്ധം കൂടി അവരുടെ ഒരു ബലൂൺ കൂടി പൊട്ടിച്ചു കൊടുത്തു. അവർക്ക് 20 പോയിന്റ് കിട്ടി ഇവിടെ. അപ്പൊ ടീം ബിക്ക് മത്സരിക്കാതെ തന്നെ 20 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. വെരി ഗുഡ്, ഗുഡ് ജോബ്. അപ്പോ 5 ബലൂണിൽ 4 പോയിന്റ് നമ്മൾ കണക്ക് കൂട്ടും. ടോട്ടൽ 80 പോയിന്റ്. ഇനി എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ മുടിക്കാരിയിലാണ്. പൊളിക്കണം. അതെല്ലാം ഇവിടെ കണ്ടാ മതി. ലക്ഷ്മി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിൽ നോക്ക്. 4 3 2 1 0. ടൈം ഔട്ട്. ഗുഡ് ജോബ്, ഗുഡ് Good ജോബ്. job. ലക്ഷ്മി, 4 പൊട്ടിച്ചു. 4 ബലൂൺസ് ആണ് പൊട്ടിച്ചിരിക്കുന്നത്. 80 പോയിന്റ്. 80 പോയിന്റ്. സൂപ്പറാക്കി പൊളിച്ചടുക്കി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. അവിടെ 80, ഇവിടെ 80, ഇവിടെ അല്ല, അവിടെ 80, ഇവിടെ 80, ഇവിടെ 60. ഇവിടെ കിട്ടി, ഇവിടെ 8 കിട്ടി, അവിടെ 8 കിട്ടി, ഇവിടെ 60 കിട്ടി. ടോട്ടൽ 220 പോയിന്റ്. വെരി ഗുഡ് ജോബ്, വെരി ഗുഡ് ജോബ്. എനിവേസ്, കുലുക്കി തക്കത്തയുടെ ഫസ്റ്റ് ടീമിന്റെ മത്സരം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ടീം ബിക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയത്തിന്റെ ആവശ്യമുണ്ട്. ദിസ് ഈസ് ബോയിങ് co-powered by Damro Furniture. Have a short break. Yes, welcome back to the show. This is Boing co-powered by Damro Furniture. കുലുക്കി തക്കത്തകയുടെ ഒന്നാമത്തെ റൗണ്ടില് ടീം എ മത്സരിച്ചു. ഇനി ടീം ബിയുടെ ചുണക്കുട്ടികളാണ് വരാൻ പോകുന്നത്. അറിയാലോ, ടീം എ നേടിയിരിക്കുന്നത് 220 പോയിന്റ്സ് ആണ്. നമുക്ക് നേടേണ്ടത് 300 പോയിന്റ്സ് ആണ്. ഓൾറെഡി നമുക്ക് 20 പോയിന്റ്സ് കിട്ടി. ഞങ്ങളുടെ ദാനം കൊണ്ട് 20 പോയിന്റ് അവിടെ അബദ്ധം. അപ്പോ ഇവിടെ അബദ്ധങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല. നമ്മൾ പൊട്ടിക്കേണ്ടത് ടീം ബി. പ്ലീസ് കം. ടീം ബി നമ്മൾ പൊട്ടിക്കേണ്ടത് വയലറ്റ് ബലൂൺസ് ആണ്. ശ്രദ്ധിക്കുക, മറ്റുള്ള ബലൂൺസ് ഒന്നും പൊട്ടിക്കരുത്. അതിനിടയിൽ ബ്ലൂ ഒക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ പൊട്ടിച്ചോ, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഒന്ന് സൂരജിനിട്ട് ഉള്ളി തള്ളിയിട്ട്. പക്ഷെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ സൂരജിന് വേണ്ടിട്ട് ആ ആഗ്രഹം നമ്മൾ ചെയ്തു കൊടുക്കും. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരണം. ഇപ്പൊ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരണം. പ്ലീസ് ഇപ്പൊ
വേണ്ട. ഇപ്പൊ ഞങ്ങള് കളിച്ച് ജയിച്ചു ജയിച്ചതിന് ശേഷം നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കയറിയിട്ട് ഇതേ സംഭവം ഞാൻ പൊട്ടിക്കും. സപ്പോസ് ഇപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളാണ് തോക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് അത് നിങ്ങൾ തന്നെ പറ. നിങ്ങൾ തോറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇതിൽ കയറി പൊട്ടിക്കണത്. നിങ്ങൾ തോറ്റ് കഴിഞ്ഞാൽ ദീപനെ വെള്ളത്തിൽ തള്ളിയിടട്ടെ. അയ്യോ ഞങ്ങളുടെ ദീപനെ നിങ്ങൾ തള്ളിയിടട്ടെ, എന്നാൽ നിങ്ങളെ തള്ളിയിടട്ടെ. നിങ്ങൾ മൂന്നിനെയും നിരത്തി നിർത്തും, എന്നിട്ട് ഞാൻ തള്ളിയിടും. ആയിക്കോട്ടെ. ഓക്കെ ശരി. പക്ഷെ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കത്തില്ല. ആര്യ അതിനുള്ള അവസരം കൊടുക്കോ? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ആ വിശ്വാസം നമ്മൾ രക്ഷിക്കട്ടെ. അപ്പോൾ നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതും പൊട്ടിക്കേണ്ടതും എല്ലാം വയലറ്റ് ബലൂൺസ് ആണ്. ആര്യ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞില്ല, ആ വിശ്വാസം നമുക്ക് ടീം ബിക്ക് കാണിച്ചു കൊടുക്കണം. ആദ്യം വിടുന്ന തുറുപ്പുകുലാൻ ആര്യ തന്നെയാണ്. Your time starts now. 3, 2, 1, go. വെരി ഗുഡ്. നെഗറ്റീവ് മൈനസ് മാർക്ക് കിട്ടി. കൈ കൊണ്ട് പൊട്ടിക്കരുത്, ബാക്ക് കൊണ്ട് മാത്രം. ഇരുന്ന് പൊട്ടിക്കണം. ആര്യ ഇരുന്ന് പൊട്ടിക്കോ. ആര്യ അവിടെ ഉണ്ട്, ഇരുന്ന് പൊട്ടിക്കോ. ഇരുന്ന് പൊട്ടിക്കാം. Good job. തൊട്ടടുത്തുണ്ട്. Super. Good job. Very പൊട്ടിച്ചോ. Yes, last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഇവിടെ ഏതൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ പൊട്ടിച്ചു നമുക്ക് ഒരു പിടിയുമില്ല. എനിക്ക് നല്ല പിടിയുണ്ട്. അതായത് നിങ്ങൾ 2 വയലറ്റ് പൊട്ടിച്ചു, കൂടെ ഒരു മഞ്ഞയും പൊട്ടിച്ചു, ഒരു വെള്ളയും പൊട്ടിച്ചു. അപ്പൊ 2 പോയിന്റും ആ പൊട്ടിച്ചതോടെ പോയി. അതോടെ പോയി. അപ്പൊ ഒരു പോയിന്റും കിട്ടിയിട്ടില്ല. എന്താണ് ഇതൊക്കെ? ശരി. ഇനിയുള്ള എല്ലാ പ്രതീക്ഷയും നിങ്ങൾ 2 ദിശയിലും ഉമ്മയിലും ആണ്. All the best. ദിശ, your time starts now. 3, 2, 1, go. അല്ലല്ല, വയലറ്റ്. ഫ്രണ്ട് കൊണ്ട് പൊട്ടിക്കരുത്, മൈനസ് കിട്ടോ. കൈ കൊണ്ട് എടുത്തിട്ട് മൈനസ്. കിടക്ക്. അതാ റെഡ് പൊട്ടിച്ചു. റെഡ് പൊട്ടിച്ചു. എന്താ ചെയ്യണേ? ഇത് അവരുടെ മേലോട് തട്ടി പുറത്തേക്ക് കളയണോ? കൈ കൊണ്ട് പൊട്ടിച്ചാ മൈനസ് കിട്ടോ, സൂക്ഷിക്കാം. അത് കൈ കൊണ്ട് പൊട്ടിച്ചോ മൈനസ്. ഒരു മൈനസ്. ടൈം പോയിക്കൊണ്ടിരിക്കുന്നു. പൊട്ടിക്ക്. അയ്യോ അത് മിസ്സാക്കി. 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Time out.
നിഷ ഇത് എന്താ കാണിച്ചത്? ബലൂൺ ഇവിടെ -3 പൊട്ടിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഒരു 20 പോയിന്റ് അവരായിട്ട് നമുക്ക് തന്നു, നിങ്ങളായിട്ട് നേടി തന്നല്ല, അവരായിട്ട് -40 ആയി. -40 ഇവിടെ ഓൾറെഡി ഉണ്ട്. ശരിക്കും ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുക അവരോട് തള്ളല്ലേ. ഉമ്മ പോകുമ്പോ ഉമ്മക്ക് എനർജിക്ക് വേണ്ടിട്ട് എന്റെ ഉമ്മ വേണോ? വേണമെങ്കിൽ ചോദിച്ചോ. എനിക്ക് ഒറ്റ കാര്യം ചെയ്തു തരുമോ? എന്താണ്? ഉറപ്പല്ലേ? പ്രോമിസ്? ഇപ്പൊ ഇല്ല. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടെണ്ണം പൊട്ടിച്ച് മൈനസ് എങ്കിലും മാറ്റിക്കോട്ടെ. ഓക്കെ, ആ എനർജിയോടെ തന്നെ പോട്ടെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. കൈ കൊണ്ട് തുടരുത്. മൈനസ് വരും. Good job. ഇവിടെ നോക്കട്ടെ, ബോൾ പരമാവധി എടുത്തിട്ട്. അവിടെ തീർന്നു, പൊട്ടിയെടുക്ക പിന്നെ തുള്ളണ്ട. Good job. Very good. Very good. ഉമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറയണ്ട. ഉമ്മ പറഞ്ഞു ഞാൻ ഇച്ചിരി പ്രായം കൂടി, പക്ഷെ ഒരു പ്രായം ഈ കുട്ടികളെക്കാളും ഭയങ്കര ചുറുചുറുക്കായിരുന്നു. വെരി ഗുഡ് ഉമ്മ, നല്ലൊരു കാര്യം പ്ലീസ്. എനിക്ക് തോന്നുന്നു ഉമ്മ അതിന്റെ അടുത്ത് ബാഹുബലി വോയിസിൽ ഉമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഉമ്മയല്ലേ ഇടി കൊടുത്തു. അവർക്ക് പക്ഷെ അത് ഉമ്മയായിട്ട് ഫീൽ ചെയ്ത അതുകൊണ്ടാ കുറച്ച് ലൈറ്റ് ആക്കി തന്നത്. കുലുക്കി തകർന്ന ടീം ബിയിൽ നിന്ന് ഉമ്മ ഇറങ്ങിയപ്പോ 7 ബലൂൺസ് പൊട്ടിച്ചിരിക്കുകയാണ്. പക്ഷേ അതൊന്ന് ഫ്രണ്ട് കൊണ്ടാ പൊട്ടിച്ചത്, അതിന് പോയിന്റ് ഇല്ല കേട്ടോ. സൂരജ് പറഞ്ഞതുപോലെ ഒരു ബലൂൺ പൊട്ടിച്ചത് മുട്ടുകൊണ്ടാണ് പൊട്ടിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും വീണ്ടും ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ 7 ബലൂണിൽ 6 ബലൂൺ നമുക്ക് കിട്ടി. 6 ബലൂണിൽ 120 പോയിന്റ്സ് കിട്ടി. പക്ഷെ 120 40 മൈനസ് ആണ്. അപ്പൊ എത്രയാണ്? 80 പോയിന്റ്സ്. ഗുഡ് ജോബ്. 80 പോയിന്റ്സ് ടീം ബി നേടിയിരിക്കുകയാണ്. വെരി ഗുഡ് ജോബ്. എ ടീം നേടിയിരിക്കുന്ന 220 പോയിന്റ്സ് ആണ്. ബി ടീം നേടിയിരിക്കുന്ന 80 പോയിന്റ്സ് ആണ്. അപ്പൊ ഈ മത്സരത്തിലെ വിജയി എന്ന് പറയുന്നത് ടീം എ ആണ്. വെരി ഗുഡ്, സൂപ്പർ. 220 പോയിന്റ്സ്. ഇനി എനിക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾ ഈ ചെയ്തത് ഞാൻ പരാജയപ്പെട്ടാ ചെയ്യണമെന്ന് പറഞ്ഞത്, പക്ഷെ എനിക്കൊന്ന് ചെയ്ത് നോക്കണം ആഗ്രഹമുണ്ട്. സാധാരണ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു വിടുന്നത് നമ്മുടെ കുട്ടികളെയാണ്. ഇത്തവണ അളിയ ഓൾ ദ ബെസ്റ്റ് നിനക്ക്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. പോയി അനുഭവിക്കടാ ബാഹുബലി ബോയ്. അളിയ നീ ഇതുപോലെ പൊട്ടിയടാ. നമ്മളില്ലേ സൂരജ് എന്തായാലും സൂരജ് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തല്ലോ അല്ലേ? ഇനിഷ്യേറ്റീവ് എടുത്തു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതുവരെ ഇവിടെ വന്ന് പോയിട്ടുള്ള കുട്ടികളാണ് ബാഹുബലി ബോയ്സിനെ പരിചയപ്പെട്ടത്. സൂരജ് എങ്ങനെയുണ്ട് ബാഹുബലി ബോയ്സ്? അല്ല, എനിക്ക് പരിചയപ്പെടാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ പോയതാണ്. അവർ സൂപ്പറാണ്. അവർക്ക് നമ്മൾ രാവിലെ കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നന്നായിട്ട് കൊടുക്കുന്ന ലഞ്ചും സൂപ്പറാണ്. ഇതൊക്കെ കുറച്ച് കുറക്കണം. അവരുടെ കോട്ട കുറക്കണം.
അപ്പൊ എന്തായാലും ഞാൻ എന്റെ കിതപ്പൊന്ന് മാറ്റട്ടെ. അതിനിടയിൽ നിങ്ങളൊരു ഇടവേള എടുക്കാൻ നിങ്ങൾ ആശ്വസിക്കുക, ഞങ്ങൾ എൻജോയ് ചെയ്യാം. This is Boing Boing co-powered by Damro Furniture. Have a short break. വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ് ബോയിങ് co-powered by Damro Furniture. ഒന്നാമത്തെ അടാറ് മത്സരം കഴിഞ്ഞു. ഇനി അടുത്ത രണ്ടാമത്തെ മത്സരം വരെ വളരെ രസകരമായിട്ടുള്ള വെള്ളത്തിലും കരയിലും അല്ലാത്ത ഒരു മത്സരമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. That is പറക്കും തളിക. ടീം എയും ബിയും ആണ് ഇവിടെ മത്സരിക്കാൻ റെഡി ആയിരിക്കുന്നത്. നമ്മുടെ പറക്കും തളിയുടെ റൂൾസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ബാസ്ക്കറ്റിൽ ബ്ലൂ ബോൾസ് അടുക്കിയിരിക്കുന്നത് കാണാം. ടീം എയുടെ ബോൾസ് ആണ് ബ്ലൂ. ഇതിൽ പങ്കെടുക്കുന്ന സമയത്ത് ടീം എയിൽ ഒരാൾ ബോൾ എടുത്തു കൊടുക്കാൻ നിൽക്കും, രണ്ടുപേരും ഓടാൻ നിൽക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ 2 റെഡ് മാർക്ക് കാണാം. ഓടുന്ന ആൾക്കും എടുത്തു കൊടുക്കുന്ന ആൾക്കും റെഡ് മാർക്ക് ഉണ്ട്. ആ റെഡ് മാർക്ക് ക്രോസ് ചെയ്തിട്ട് പോകാൻ പാടില്ല. ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മൈനസ് മാർക്ക് കിട്ടും. ഒരു ബോൾ നിങ്ങൾ ആ ബാസ്ക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 50 പോയിന്റ്സ് ആണ്. അപ്പോൾ എത്ര ബോൾ വേണമെങ്കിലും ഇടാം. 3 മിനിറ്റ്സ് ടൈം ഉണ്ട്. ആ ടൈം തീരുന്നതിന് മുമ്പ് ഔട്ടായി കഴിഞ്ഞാൽ ഓടി വരും, അടുത്ത ആളെ ടച്ച് ചെയ്യുക, അടുത്ത ആൾക്ക് ചാൻസ്. ബോൾ ഇട്ട് കഴിഞ്ഞ് ഒരാൾ വെള്ളത്തിൽ വീണാൽ മാത്രമേ, തിരിച്ചു വന്നാൽ മാത്രമേ ടീമിൽ നിന്ന് അടുത്ത ആളിന് പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ബോൾസ് എന്ന് പറയുന്നത് റെഡ് ആണ്. അപ്പൊ ഇവരുടെ മത്സരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മത്സരിക്കാം. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ടീം എ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുന്നു, ടീം ബി സീറ്റിലേക്ക് പോവാം. ടീം എ പറക്കും തളിയെ മത്സരിക്കാൻ വേണ്ടി ഓൾ സെറ്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ടീം എയിൽ നിന്ന് ലക്ഷ്മി ബാസ്ക്കറ്റിലേക്ക് ബോൾ ഇടാൻ പോകും. ദേവികയാണ് ബോൾ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നത്. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. എയിം ചെയ്, ഒരു സെക്കൻഡ് എയിം ചെയ്. അതെടുക്കാം, ആ ബോൾ എടുത്തോ. നമുക്ക് ഹെൽപ്പ് കൊടുക്കേ. ബാലൻസ് ചെയ്യണ സ്പീഡിൽ ഓടിയാൽ മതി, ഒന്നുമില്ല പഠിക്കാൻ. സൈഡിൽ പിടിക്കരുത്. ഒന്നുകൂടി. Very good job. Oh, അത് പിടിച്ചോ. ഒന്നുകൂടി ഇട്ടോ. Good job. Very good. പെട്ടെന്ന് ഓടി വാ. അയ്യോ, ഒറ്റ ബോൾ ഇട്ടിട്ടില്ല കേട്ടോ. പെട്ടെന്ന് വാങ്ങ, ടൈം പോകുന്നോ. Very good. Good job. Yes, good job. Good job. Anu, your time starts now. Anu, go. Good job. Yes, your time starts now. Go. താഴെ നോക്കല്ല, മേലെ നോക്ക്. നോക്കി അറിയൂ ലക്ഷ്മി, നോക്കി അറിയൂ. ടൈം പോകുന്നു. Good job. Anushree, your last chance. Your last chance.
good job. You can. Oh, just missed it. സമയം കഴിഞ്ഞോ, ഓടിവാ. ടീം എ ഗംഭീര പെർഫോമൻസ് പൊളിച്ചടുക്കി. 12 ബോൾ ടു 600 പോയിന്റ്. സൂപ്പർ. പറയൂ ലക്ഷ്മി, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ലക്ഷ്മി ബോൾ നോക്കുന്നില്ല, നോക്കാതെയാണ് എറിയുന്നത്. എന്തായിരുന്നു? ലൈനും മാർക്കും എല്ലാം കൂടി ശ്രദ്ധിച്ചു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു മത്സരിച്ച് കഴിഞ്ഞപ്പോ? അടിപൊളിയായിരുന്നു. ആദ്യം വെള്ളത്തിലിട്ടതിന് ശേഷം പിന്നെ ഹരായി. അനു ഭയങ്കര ബുദ്ധിപൂർവ്വമായിരുന്നു ബോൾസ് ഒക്കെ ഇട്ട്. അനു പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായാലും ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. 8ാം ക്ലാസ്സിൽ PT സാർ ബാസ്കറ്റ് പഠിപ്പിച്ചത് നന്നായി. ആ ഭാഷയ്ക്ക് നന്ദി. ദേവിയെ നോക്കിയപ്പോ എനിക്ക് എന്നെയും രക്ഷിക്കണം, ടീമിനെയും രക്ഷിക്കണം. അല്ല, വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ലക്ഷ്മി ബോളാണെന്ന് കരുതി ദേവികയെ എടുത്തിടുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു. ആകെ അത്രയല്ലേ ഉള്ളൂ. വെരി ഗുഡ്. എന്തായാലും 600 പോയിന്റ് നേടി. ഇനി നമുക്ക് ഈ 600 പോയിന്റിനെ ബ്രേക്ക് ചെയ്യാൻ ടീം ബിക്ക് കഴിയുമെന്ന് അറിയാം. നമുക്ക് ടീം ബിയെ ക്ഷണിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിലേക്ക് പോവാം. ഈ പറക്കും തളിയ മത്സരിക്കാനായിട്ട് ടീം ബി ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ബോൾ എടുത്തു കൊടുക്കാനായിട്ട് ആര്യ റെഡിയാണ്, അതുപോലെ ഓടാനായിട്ട് നിഷയും ഉമയും റെഡിയാണ്. ആദ്യം പോകുന്നത് ഉമയാണ്. All the best. All the best, Uma. Your time starts now. 3, 2, 1, go. ഇതെന്താണ്? കേറി വാ, പെട്ടെന്ന് ചാൻസ് കൊടുക്കേ. പോ പെട്ടെന്ന്. ആര്യ ഗോ. കുറച്ചുകൂടെ പൊക്കിയിട്ട് നിഷ. ശ്രദ്ധിച്ചു. വെരി ഗുഡ്. ആര്യ പോ. നോക്കിയിട്. വെരി ഗുഡ്. ഒന്നോടെ ടൈം ഓണോ. Your time starts now. 3, 2, 1, go. Wow, very good. ഓടിയോ. സ്പീഡ് വേണ്ട, അതുപോലെ നോക്കിയിട്ട്. ശ്രദ്ധിച്ച് അതുപോലെ തന്നെ. വെരി ഗുഡ്. നിഷ. വെരി ഗുഡ്. സൂപ്പർ. നിഷ, വെരി ഗുഡ്. Up. Last 10 seconds. Wow, very good. One more. Nisha, you can. One more. Wow, very good, Nisha. Very good. അപ്പൊ ടീം ബി ഈ പറക്കം തളിയ മത്സരത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്നത് 9 ബോൾസ് ആണ്. 9 ബോൾസിലൂടെ 450 പോയിന്റ്സ് ആണ്. നല്ലൊരു കയ്യടി പ്ലീസ്. ഗുഡ് ജോബ്. പക്ഷേ ഇനി അവരുടെ അനുഭവം ചോദിക്കട്ടെ. നിഷ പറയും. നിഷയാണ് സ്മാർട്ടായിട്ട് ഒരു ഗെയിം സ്ട്രാറ്റജി കൊണ്ടത് കളിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എനിക്ക് വെള്ളം പറഞ്ഞാൽ തന്നെ പേടിയാ. ഞാൻ കുളിക്കാറില്ലാത്ത കുട്ടിയാണ്. കുളിക്കാറില്ല. ഈ വെള്ളം വരെ എനിക്ക് വെള്ളത്തിൽ മുങ്ങാൻ പേടിയാ. അല്ല, അത് വെച്ചിട്ടോ ഇത് വെച്ചിട്ടോ പിന്നെ ഇത് വേറെ വെള്ളം. പിന്നെ ത്രെഡ്മില്ല്
ഒരു കൊല്ലായി ത്രെഡ്മില്ല്. I was like ആരും ഇവിടെ ബാസ്കറ്റിൽ കിടക്കുന്ന ബോൾ പറക്കുന്നുണ്ട്, പിന്നെ ഇവിടെ പറമ്പിൽ കിടക്കുന്ന ബോൾ എല്ലാം വാരിക്കൊണ്ട് പോകുന്നു. എന്തായാലും ബോൾ എടുത്ത് കൊടുക്കുന്ന എന്റെ ഉമ്മയോട് ഒരു കാര്യം ചോദിക്കാളോ? ഉമ്മയോട് ചോദിക്കാം. ഉമ്മ പറഞ്ഞു ഞാൻ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് പൈസ കൊടുത്തിട്ട് വെറുതെ പാഴാക്കുന്ന ആളാണ്. അപ്പൊ ഇത് പൈസ കൊടുക്കാതെ ഇവിടെ ത്രെഡ്മിൽ എത്ര കാലറി ബാൻ ചെയ്ത് ഈ മത്സരങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഞങ്ങൾ ഒളിച്ചിരുത്തിക്കണം, ഒരു ദിവസം പുറത്തുകൊണ്ട്. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. അപ്പൊ ഈ ആഘോഷങ്ങൾ അർമാദങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ. അതിനിടയിൽ ഞങ്ങൾക്കൊരു ബ്രേക്ക് വേണം. ദിസ് ഈസ് ബോയിങ് ബോയിങ് co-powered by Damro Furniture. Have a short break. Boing boing. Boing boing. വെൽക്കം ബാക്ക് ടു ബോയിങ് ബോയിങ് co-powered by Damro Furniture. രസകരമായിട്ടുള്ള മത്സരമാണ് വരാൻ പോകുന്നത്. താമരശ്ശേരി ചുരം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിലേക്ക് പോകാം. താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 go. ബോളില്ലാതെ പോയാൽ തിരിച്ചു വരേണ്ടി വരും. Good job. ദേവിക പോ. ബോൾ മിസ് ചെയ്ത. അയ്യോ. Good job. Good job, Anusri. Good job. Super. Good job. Wait. Good job, Bimbi. Good job. Just 30 seconds. സൂപ്പർ. താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള സമയമായി. ലെറ്റ്സ് ഗോ ടുഗദർ താമരശ്ശേരി ചുരം.
ദീപ, തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ വിശ്വാസത്തിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന്. അതായത് ഞാൻ ഇന്ന് ടീം എ പിടിച്ചപ്പോഴേക്ക് ടീം എ വിജയിക്കുന്ന കാഴ്ച കണ്ടോ? ഓരോ റൗണ്ടിലും മാറി മാറി വിജയിക്കുന്നവരല്ലോ. ഈ വിശ്വാസം ചില ദിവസങ്ങൾ എന്നും വെള്ളിയാഴ്ച ആകത്തില്ല. അതാവില്ല, പക്ഷെ ഇന്നായി. അപ്പൊ എന്തായാലും താമരശ്ശേരി ചുരം കയറി ഇറങ്ങി കുട്ടികൾ വന്നിരിക്കുകയാണ്. എന്തായാലും ടീം എയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ടീം ബി നല്ലൊരു കൈയടി പ്ലീസ്. സൂപ്പർ. ഇനി സ്കോറിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ആവേശം ഡബിൾ ആവും. പക്ഷേ സ്കോറിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഇവരുടെ അനുഭവങ്ങൾ ചോദിക്കണ്ടേ മത്സരം കഴിയുമ്പോ? നിഷ. അയ്യോ അടിപൊളി അടിപൊളി. എൻജോയ് ചെയ്തു. ആ. ലാസ്റ്റ് ഉള്ള ടാസ്ക് എനിക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഹെൽത്ത് വൈസ് എനിക്ക് പറ്റില്ല. പക്ഷേ എനിക്ക് എന്നെ പറ്റി നല്ല ധാരണയുണ്ട്. നല്ല ധാരണയുണ്ട്, എനിക്ക് പറ്റില്ല. പക്ഷെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി. ആര്യ, ഞാനേ മേളിൽ കയറി എങ്ങനെയോ പിടിച്ചു കയറി എനിക്ക് ഞാൻ പകുതി വരെ ആദ്യം പോയിട്ട് തിരിച്ച് എന്റെ ബോൾ താഴെ പോയപ്പോ ചേട്ടൻ വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ അത് എടുത്തിട്ട് പോണെന്ന്. അതെടുത്തിട്ട് പോയാൽ പക്ഷെ കിട്ടില്ല, കയറാൻ പറ്റില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്റെ ഭഗവാനെ മുരുകാന്ന് വിളിച്ചിട്ട് ഞാൻ ടീം എ പൊളിച്ചടുക്കി ഏറ്റവും ഒടുവില് പറ്റില്ല എന്ന് കരുതിയെങ്കിലും ശ്രമിച്ച് വീണ്ടും കയറിയ ഒരാളാണ് ലക്ഷ്മി. ലക്ഷ്മിയുടെ അഭിപ്രായം തുടങ്ങാം. അപ്പൊ അയ്യോ, താമരശ്ശേരി ചുരം ഒരൊറ്റ പോക്കാ. അനു എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അനു എങ്ങനെയെങ്കിലും എനിക്ക് അതിന് മുകളിൽ കയറാം, അത് കീറിയിട്ടാണെങ്കിലും ഞാൻ കയറും. സൂപ്പർ. അതുകൊണ്ട് അത് കീഴടക്കി. അതുകൊണ്ട് അവസാനം മുട്ടിയൊക്കെ വെച്ച് എങ്ങനെയൊക്കെ കയറി. ദേവിക ഏറ്റവും കുഞ്ഞാളാണ്, ഏറ്റവും സ്പീഡിൽ കയറിയ ആൾ കൂടിയാണ്. പക്ഷെ എനിക്ക് കേറുമെന്ന് അറിയായിരുന്നു, എത്ര വീണാലും കേറുമെന്ന് അറിയാം. പക്ഷെ ഫസ്റ്റ് ഞാൻ ആ ബോൾ അവിടെ ഇട്ടപ്പോ മനസ്സിലായി ഫസ്റ്റ് ഞാൻ കേറുമെന്ന്. പിന്നെ ഞാൻ വെള്ളത്തിലേക്ക് വീഴാൻ തുടങ്ങി. അപ്പൊ എന്നെ ലക്ഷ്മി നീ ഒരു പേടിക്കണ്ട, ഓടിയാ. ഞെട്ടിക്കാൻ പോകുന്ന സ്കോറാണ് ടീം എ നേടിക്കുന്നത്. ടീം എ 1420 പോയിന്റ്സ് നേടിയപ്പോൾ ടീം ബി നേടിക്കുന്നത് 930 പോയിന്റ്സ്. ഗുഡ് ജോബ്. വെരി ഗുഡ്. പക്ഷെ ഇന്നലെ 930 പോയിന്റ്സ് ഒക്കെ ഞങ്ങളെ അച്ചീവ് ചെയ്തില്ലേ? ഇത്രയൊക്കെ ഞങ്ങൾക്ക് പറ്റിയില്ലേ? നല്ല വയ്യായിരുന്നു. ഇവര് നമ്മളെ കരയിക്കോ? ഇവരുടെ വിഷമം കണ്ട് ഞാൻ വേദന ഉണ്ട്. ഞങ്ങൾക്ക് നമ്മൾ തോറ്റാ മതിയായിരുന്നു. ഇന്നത്തെ ബോയിന്റെ മത്സരം അവസാനിക്കുമ്പോൾ ദ ബെസ്റ്റ് പെർഫോമർ ഗോസ് ടു ലക്ഷ്മി. ലക്ഷ്മിക്ക് കിട്ടുന്നത് സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV ആണ്. ലക്ഷ്മി സമ്മാനമായി നേടുന്നു സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV. കൺഗ്രാറ്റുലേഷൻസ്. സൂപ്പർ. പതിവ് പോലെ ബോയിന്റെ ഇന്നത്തെ അമ്യൂസ്മെന്റ് പാർക്കിലെ മത്സരങ്ങളെല്ലാം അവസാനിച്ചു. ഇന്നത്തെ വിനോദം എല്ലാവരും ആസ്വദിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടി ഞങ്ങൾക്ക് പോകാൻ സമയമാണ്. This is Boeing co-powered by Damro Furniture. It's me, Deepan, signing off. And Suraj. Good night. Love you all. Bye-bye. Take care.